क्लियर, अरे पीछे से क्लियर करो यार, पीछे से क्लियर करो, पीछे से क्लियर, अरे यार हो सर, क्लियर यार, कांग्रेचुलेशन, बने हो सर, बने हो। रश्मिका देवरकोंडा, रश्मिका देवरकोंडा, കാത്തിരിപ്പുകൾ അവസാനിച്ചു. പ്രണയ ജോഡികൾ ഇപ്പോൾ ജീവിതത്തിൽ ഒന്നിച്ചു. ഒടുവിൽ അവരിതാ പ്രത്യക്ഷപ്പെട്ടു. തെന്നിന്ത്യൻ താരങ്ങളായ വിജയ് ദേവരകൊണ്ടയുടെയും രശ്മിക മന്ദാനയുടെയും വിവാഹം ഇന്നലെയാണ് കഴിഞ്ഞത്. ഉദയ്പൂരിലെ ആഡംബര ഹോട്ടലിൽ വെച്ചാണ് ഇരുവരുടെയും ബന്ധുക്കളുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും സാക്ഷ്യം വഹിച്ച കല്യാണം അതിഗംഭീരമായി നടന്നത്. വിവാഹത്തിനു ശേഷം ദമ്പതികൾ തിരിച്ചുമടങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിലെ ചർച്ചാ വിഷയം. ഒപ്പം വിവാഹ ചിത്രങ്ങളും ട്രെൻഡിംഗ് ലിസ്റ്റിലുണ്ട്. കൂടാതെ താരങ്ങൾ പങ്കുവച്ച ഹൃദയസ്പർശിയായ കുറിപ്പുകളും വൈറലാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാ എന്റെ ഭർത്താവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു, മിസ്റ്റർ വിജയ് ദേവരകൊണ്ട എന്ന് തുടങ്ങുന്ന വാക്കുകളോടെയാണ് രശ്മികയുടെ കുറിപ്പ് തുടങ്ങുന്നത്. എന്റെ ഉറ്റ സുഹൃത്തിനെ എന്റെ ഭാര്യയാക്കിയെന്ന വിജയും കുറിച്ചു. എന്തായാലും ഇരുവരുടെയും വിവാഹം അത്രത്തോളം ഗംഭീരമായാണ് നടന്നത്. എന്നാൽ വിവാഹവുമായി ബന്ധപ്പെട്ട് ചില ചിത്രങ്ങൾ മാത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് താരങ്ങൾ. എന്നാൽ ഉദയ്പൂരിൽ നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങൾ ഇനിയും വരുമെന്ന കാത്തിരിപ്പിൽ തന്നെയാണ് സിനിമാ ലോകവും ആരാധകരും. ഫാഷൻ ലോകത്ത് ഏറെ ചർച്ചയായി മാറിയ ഒന്ന് തന്നെയാണ് ഇരുവരുടെയും വിവാഹം. താരങ്ങളുടെ വിവാഹ ഔട്ട്ഫിറ്റുകൾ തന്നെയാണ് ഇതിലെ പ്രധാനി. ആന്ധ്രയുടെ പരമ്പരാഗത ആചാരപ്രകാരമാണ് വിവാഹ ചടങ്ങുകളെല്ലാം നടന്നത്. അതിനാൽ തന്നെ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്തതും ആന്ധ്രയുടെ പരമ്പരാഗത ആചാരപ്രകാരം തന്നെയാണ്. അനാമിക ഖന്നയാണ് വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധോത്തിയും അംഗവസ്ത്രവുമായിരുന്നു വിജയുടെ ഔട്ട്ഫിറ്റ്. രശ്മികയാകട്ടെ ഓറഞ്ച് നിറത്തിലുള്ള സിൽക്ക് സാരിയും തിരഞ്ഞെടുത്തു. സ്വർണ്ണ നിറത്തിലുള്ള നൂലുകൾ കൊണ്ട് നെയ്തെടുത്ത സാരിയുടെ ബോർഡറിലും നിറയെ ഗോൾഡൻ വർക്കുകളാണ് ഉണ്ടായിരുന്നത്. പുതിയ തുടക്കത്തിന്റെയും സമൃദ്ധിയുടെയും അടയാളമായതിനാലാണ് പേസ്റ്റൽ നിറത്തിനു പകരം രശ്മിക ഓറഞ്ച് തെരഞ്ഞെടുത്തത്. ഇതിനൊപ്പം ഗോൾഡൻ വർക്കുകൾ തുന്നിച്ചേർത്ത ബ്ലൗസും അതേ നിറത്തിലുള്ള ഒരു ദുപ്പട്ടയുമാണ് രശ്മിക അണിഞ്ഞത്. ഈ വസ്ത്രങ്ങൾക്ക് കൂടുതൽ ഭംഗി പകരാൻ കാശുമാല, ചോക്കർ, പെൻഡന്റ്, ഷോൾഡർ ചെയിൻ, ജിമിക്കി, സ്വർണവളകൾക്കിടയിലെ ചുവപ്പ് കുപ്പിവളകൾ എന്നിവ കൂടി ഉൾപ്പെടുത്തി. ഇത് താരത്തിന് കൂടുതൽ തിളക്കമേകി. ഒട്ടും ഭാരമില്ലാത്ത മാങ് ടിക്കയും പൂവും ചൂടിയ തലമുടിയിൽ മിഡിൽ പാർട്ട് ഹെയർ സ്റ്റൈലാണ് താരം പരീക്ഷിച്ചത്. ഐവറി സിൽക്ക് ധോത്തിയും കടും ചുവപ്പ് നിറത്തിലുള്ള അംഗവസ്ത്രവും അണിഞ്ഞായിരുന്നു രാജകുമാരനെ പോലെ വിജയ് വിവാഹവേദിയിലേക്ക് എത്തിയത്. അംഗവസ്ത്രത്തിൽ നിറയെ ടെമ്പിൾ വർക്കുകളായിരുന്നു നിറഞ്ഞു നിന്നത്. അതിനൊപ്പം തന്നെ ടെമ്പിൾ നെക്ലേസ്, ആംലെറ്റ്സ്, സ്റ്റഡ് തുടങ്ങിയ ആഭരണങ്ങളും താരം അണിഞ്ഞിരുന്നു. ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലാണ് ഇരുവരും വിവാഹിതരായത്. ആയതിനാൽ തന്നെ ഇവരുടെ വിവാഹത്തിന് അത്രത്തോളം പ്രാധാന്യമാണ് ഇരുവരും നൽകിയത്. രശ്മിയുടെ ലുക്ക് എന്ന് പറയുന്നത് ദേവിയെ ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു. അതേസമയം വിജയ് ഒരു പരമാധികാരിയായ രാജാവിന്റെ പ്രതീകമാണ് സ്വീകരിച്ചതെന്നാണ് പറയുന്നത്. മാസങ്ങൾ നീണ്ട വിശദമായ പഠനങ്ങൾക്കും ചർച്ചകൾക്കും ശേഷമാണ് ഇരുവരുടെയും സ്വർണ്ണാഭരണങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നതും. ഒന്നിനൊന്നു മെച്ചമാണ് ഇരുവരുടെയും ആഭരണങ്ങൾ. പ്രശസ്തമായ ശ്രീ ജ്വല്ലേഴ്സാണ് ഇരുവരുടെയും ആഭരണങ്ങൾ തയ്യാറാക്കിയത്. വിലയേറിയ ഡയമണ്ടുകൾക്ക് പകരം സ്വർണം കൊണ്ടുള്ള ആഭരണം മതി എന്നായിരുന്നു രശ്മികയുടെ നിർദ്ദേശം. ഇതിന്റെ സ്റ്റൈലിംഗിനും നിർമ്മാണത്തിനും ഫിറ്റിങ്ങുകൾക്കും ഏകദേശം എല്ലാം കൂടി 10 മാസം എടുത്തു എന്നാണ് ആഭരണ നിർമ്മാതാക്കൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.